നീന്തൽക്കുളത്തിൽ തിരുവനന്തപുരം ശരവേഗത്തിൽ മുന്നോട്ട് പോകുന്നതിന്റെ കാരണങ്ങൾ പലവിധമാണ്. അതിന് 3 കാരണങ്ങൾ ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ്. 400 മീറ്ററും 800 മീറ്ററിലും മെഡൽ അടിച്ചവരാണ് ഇവർ 3 പേരും. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. നമുക്ക് കാണാം ബ്രോൺസും ഗോൾഡും സിൽവറും ഒക്കെ അണിഞ്ഞിരിക്കുന്ന ഈ 3 പ്രതിഭകളെ നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. പേരെന്താണ്? ശബരിനാഥ് പി എസ്. യജ്ഞസായി. അജയ് കൃഷ്ണ. ഇതില് യജ്ഞസായി ആണ് 800 മീറ്ററിൽ ഗോൾഡ് അല്ലേ. 400 മീറ്ററിലും ഗോൾഡ് അടിച്ചത് യജ്ഞസായി ആണ്. നമുക്ക് ആ യജ്ഞയിലേക്ക് പോകാം. എവിടെയാ സ്ഥലം? ജനിച്ച സ്ഥലം ആന്ധ്രാപ്രദേശ്. ഇങ്ങോട്ടേക്ക് വന്ന് എത്ര കൊല്ലം കിട്ടി പ്രാക്ടീസ് ചെയ്യുന്നു? 12 years. ലൈക്ക് അപ്പൊ മൂന്നാം വയസ്സ് തൊട്ട് 3 വയസ്സ് തൊട്ട് തുടങ്ങി. അപ്പം പിന്നെ പാഷൻ അച്ഛനമ്മമാരുടെ ഫോഴ്സ്ഫുൾ ആയിരുന്നു? അല്ലല്ല, ചുമ്മാ പോയതാ. ചുമ്മാ പോയതാ? സമ്മർ ക്യാമ്പിന് പോയി. അപ്പൊ കോമ്പറ്റീഷൻ ഒക്കെ തുടങ്ങി. കോമ്പറ്റേറ്റീവ് സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതിലേക്ക് ഇപ്പൊ ട്രെയിനിങ് എങ്ങനെ? നിങ്ങളുടെ ഓരോ ദിവസത്തെയും ട്രെയിനിങ് എങ്ങനെയാണ്? മോർണിംഗ് 5:30 to 8:30 എവറി ഡേ. വീക്ക്ലി 2 days ഓഫ്. 5 days വർക്ക്ഔട്ട്. ഗോൾഡ് അടിക്കുന്ന ഷുവർ ആയിരുന്നു ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ്? നമുക്കിനി 800 മീറ്ററിലല്ലേ സിൽവർ, 400 മീറ്ററിൽ ബ്രോൺസ്. ഓക്കെ, അപ്പൊ അതിന്റെ 2 വിശേഷങ്ങളും പറ. 800 കുഴപ്പമില്ല, തേർഡ് വരുമെന്നാണ് വിചാരിച്ച. സെക്കൻഡ് വന്നു. പിന്നെ 400 ഞാൻ പ്രതീക്ഷിച്ചില്ല, പിന്നെ തേർഡ് കിട്ടി. 400 എന്താ പ്രതീക്ഷിക്കാത്തത്? 14 ജില്ലയില്ലേ, കിട്ടുമെന്ന് വിചാരിച്ചില്ല. ട്രെയിനിങ് പ്രോസസ് എങ്ങനെയാണ്? ട്രെയിനിങ് രാവിലെ 6:30 തൊട്ട് 8:30 വരെ, പിന്നെ വൈകിട്ട് 5:30 തൊട്ട് 6:30-7 മണി വരെ. 12 വർഷത്തെ അത്രയും നീണ്ടൊന്നുമില്ല. ഞാൻ 3.5 വർഷമായേ ഉള്ളൂ. 3.5 വർഷമായി. ഓ, പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഓ, നമുക്ക് നമ്മുടെ ജേതാവിലോട്ട് പോവാം. പറയടാ വിശേഷങ്ങൾ. കുഴപ്പമില്ലായിരുന്നു. 400 മീറ്ററിൽ സിൽവർ അല്ലേ? സിൽവറും 800 ബ്രോൺസ്. അങ്ങനെ രീതിയിൽ തന്നെയാണ് ഇറങ്ങിയത്. പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് മെഡലിനായിട്ട്? ഉണ്ടായിരുന്നു. അത് അങ്ങനെ പ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ അത്രയും പരിശീലനം വേണമല്ലോ. അതെങ്ങനെ ഉണ്ടായിരുന്നു? രാവിലെ 5:30 തൊട്ട് എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്ത് 5:30 തൊട്ട് 8:30 വരെ, വൈകിട്ട് 4:30 തൊട്ട് 8-8:15 അങ്ങനെ ഉണ്ടായിരുന്നു. 2 നേരമൊക്കെ അവധിയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? പഠിക്കാൻ സ്കൂളിൽ പോകാനില്ല. സ്കൂളിൽ പോകുന്നില്ല. ഇതിന് വേണ്ടി തന്നെയാണ്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്സ് ആണോ? അത് അല്ല, 12 വർഷമായിട്ട്. 12 വർഷമായിട്ട് സ്റ്റേറ്റ്സാ? നാഷണൽ അല്ലല്ല, ഞാൻ നാഷണൽ എത്ര കഴിഞ്ഞ കൊല്ലം? അല്ല, ജൂനിയർ നാഷണൽ മെഡലിസ്റ്റാ. ജൂനിയർ നാഷണൽ മെഡലിസ്റ്റ്. ഓക്കെ, അത് ഏത് മെഡലായിരുന്നു? ഗോൾഡ് സിൽവർ ബ്രോൺസ് 2023 ഉണ്ടായിരുന്നു. സ്കൂൾ നാഷണൽ മെഡൽ. ഇല്ല, എനിക്ക് ആദ്യമായിട്ടാണ് മെഡൽ കിട്ടണം. ഓ, ഉണ്ട്. സൗത്ത് സോൺ പോയിട്ടുണ്ട്. അപ്പം ഈ തിരുവനന്തപുരം എന്തുകൊണ്ടാണ് അക്വാട്ടിക്സിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നത് ഇവർ തെളിയിക്കും. ഈ ഒരു ഗോൾഡ് സിൽവർ ബ്രോൺസും ചുറ്റും ഇങ്ങനെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷം കൂടെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ 3 പേരുടെയും വിശേഷങ്ങൾ, ചിട്ടയായ ജീവിതം, അതാണ് ഇവരുടെ പ്രാക്ടീസുകൾ തന്നെയാണ്. അതിരാവിലെ എഴുന്നേൽക്കുക, പിന്നീട് വൈകുന്നേരം വീണ്ടും പ്രാക്ടീസ് തുടങ്ങുക. ഇത് തന്നെയാണ് ഇവരുടെ ഈ ജീവിതം. സ്പോർട്സ് ആണ് ഇവരുടെ എല്ലാം, അക്വാട്ടിക്സ് ആണ് ഇവരുടെ എല്ലാം. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഹരികൃഷ്ണൻ, News 18.